ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ വയനാട്ടിലേക്ക്. ഇപ്പോൾ എല്ലാ പ്രമുഖന്മാരുടെ കൂടെ ഒരു യാത്രയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന ബസ് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിന് മുമ്പിൽ നിന്നാണ് കേട്ടോ ഇത് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ICC ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. വാട്സപ്പ് കൂട്ടായ്മയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മുത്താർജിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ മുത്താറിൻ്റെ ബർത്ത്ഡേ നമ്മൾ അവിടെ നിന്ന് ആഘോഷിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ അടിക്കാൻ കയറിയപ്പോൾ പെട്രോൾ പമ്പ് വന്ന് ഇച്ചാതി ഡാൻസ് ആട്ടോ. അപ്പം നമ്മൾ കൂടെ ഡാൻസ് ചെയ്യാണ്. എന്താ പറയുക, ഒരു മനുഷ്യൻ അടിപൊളിയായിട്ട് കളിച്ചിട്ടോ. ആ മനുഷ്യൻ ഒരുപാട് ഹാപ്പിയായി നമ്മളെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ. ആ ഒരു മുഖത്തുള്ള ചിരിയാണ് അദ്ദേഹത്തിനൊക്കെ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ നമ്മളെ കൂടെ അദ്ദേഹം ഒരുപാട് എൻജോയ് ചെയ്തട്ടോ. അങ്ങനെ ഞാൻ 2 സ്റ്റെപ്പ് ഇടുമ്പം തന്നെ പാട്ട് ഓഫ് ചെയ്ത്. അപ്പോൾ എൻ്റെ മൂഡ് അങ്ങനെ തന്നെ പോയി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈമായിട്ടാ. നല്ല ഡമ്മിട്ട് നല്ല കിടലാച്ചി ബിരിയാണി കേട്ടാ. എൻ്റെ പൊന്നു, കല്യാണപ്പന്തലിൽ നമ്മൾ കല്യാണത്തിന് കഴിക്കുന്ന അതേ ലെവൽ ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. നമ്മളെ പാർക്കിലെത്തിയിരിക്കുകയാണ്. പാർക്ക് കാണാനൊരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും പാർക്ക് കണ്ടപ്പോൾ ആകെ അതിശയായിപ്പോയി. ഇത് നമ്മളൊരു മുത്താണ് കേട്ടോ. അങ്ങനെ നമ്മളെ പാർക്കിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു 200ഓളം വർഷം പഴക്കം വരുന്ന ക്യാമറ കാണാം. അദ്ദേഹം ക്യാമറനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ക്യാമറകളെ എന്താ പറയുക, ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പലതരം ക്യാമറകൾ, നമ്മൾ കാണാത്ത പോലത്തെ ക്യാമറ എല്ലാം നമ്മൾ ഇവിടുന്ന് കണ്ടെട്ടോ. അങ്ങനെ പക്ഷികളെ ഒരു കേന്ദ്രമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ ഉള്ളിൽ ഒരു കൈ ഇങ്ങനെ വെച്ചാൽ വന്ന് കഴിക്കുന്ന കാണണം. ഒരുപാട് പക്ഷികൾ, എന്നാ അതിൻ്റെ ഒരു ഇണക്കം കണ്ട നിങ്ങൾ നമ്മളെ കൂടെ ഒരു സ്നേഹം കണ്ടില്ലേ. അങ്ങനെ വെറൈറ്റി സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു കോയിൻ്റെ പേരറിയില്ല കേട്ടോ. അറിയുന്ന ആളൊന്ന് കമൻറ്റ്. ആർട്ടിസ്റ്റ് മൊത്തം ചെയ്തത് കണ്ടില്ലേ, വർക്ക് ചെയ്താ. ഹായ്. പശു കണ്ടറിയില്ല. വീഡിയോ മറ്റേ അവിടുന്ന് നൈസായിട്ടോ. ഇതാണ് വണ്ടി കേട്ടോ. ഒരു ഫ്രീക്കനാണ് ചായ. നമ്മള് ഫോട്ടോഗ്രാഫറാണ്. ആണോ നിങ്ങളെ പേര്? എവിടെ കണ്ണൂര്. അടിക്കട ഒന്നും കൊണ്ട് വന്നിരിക്കും. അവിടെ ജോയിൻ ചെയ്യൂ പ്ലീസ്. രാത്രിത്തെ ഒരു ക്യാമ്പിങ് നമ്മൾ അടിച്ച് പൊളിച്ചട്ടാ. ഞാൻ എൻജോയ് ചെയ്തു ഒരുപാട്. എന്ന് വെച്ചാൽ വെറൈറ്റി ഡാൻസൊക്കെ അങ്ങനെ കളിച്ച് കാണിച്ചു കൊടുത്തട്ടാ. അങ്ങനെ ആമി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് 2 സ്റ്റെപ്പ് ഇടാൻ. അപ്പോൾ അതിൻ്റെ അടുക്ക് വന്നിട്ട് നമ്മൾ അലി വ്ളോഗ് മുമ്പ് കയറി ഫുള്ള് ഇറങ്ങി. അപ്പോൾ എൻ്റെ മൂഡ് മൊത്തം അങ്ങനെ പോയി. പിന്നെ ഞാൻ ഒരു രക്ഷയില്ലാണ്ട് 2 സ്റ്റെപ്പ് ഇടാൻ വിടുന്നുണ്ട്. ഈ ചങ്ങായി മുമ്പൊന്ന് ഇറങ്ങിയിട്ട് അത് ഭയങ്കരമായിപ്പോയി കേട്ടോ. പക്ഷെ അലി വ്ളോഗൊക്കെ നല്ല സെറ്റ് മനുഷ്യനാണ്. നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഒക്കെ നല്ല അടിപൊളി മനുഷ്യനാണ് തന്നെ കേട്ടോ. സാധനം അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്.
അത് മനസ്സിലായി അങ്ങോട്ട് പോയ ആള് സ്റ്റെക്കാടാ ആള് അങ്ങോട്ട് പോണില്ലടാ ആടാ അതാ ആരാടാ മുത്താറ് പ്രാങ്ക് പ്രാങ്ക് സംഭവം വെച്ചാൽ സന്തോഷമാണ് കേട്ടോ. അത് പ്രാതത്തിൻ്റെ ഒരു പ്രാങ്ക് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാക്കിയതാണ്. അപ്പോൾ സെറ്റായിട്ട് ചെയ്തിനട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രാത്രി ഫുൾ എൻജോയ് ചെയ്ത് മുത്താറിൻ്റെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. പക്ഷേ ചങ്ങായി ഒറ്റയ്ക്ക് പോയിട്ട് കൂളായിട്ട് പിടിച്ചിട്ട് വന്നിനി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. അങ്ങനെ നമ്മൾ പോവാനായി. അപ്പോൾ നമ്മൾ ട്രെയിനിലെല്ലാം കയറി. അവിടെ നല്ല അടിപൊളി ടോയ് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാ നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഗൈസ്.